എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചക്കക്കുരുവും അതുപോലെ തന്നെ ഇളവനും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ കാണുന്ന നല്ല അടിപൊളി എളുപ്പത്തിൽ നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന വിഭവത്തിലേക്ക് വേണ്ട സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം വേണ്ടത് ഇളവനാണ്. ഈ കാണുന്ന പോലെ ചെറുതായിട്ട് ഇളവൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ട് ഇതാ ഈ കാണുന്ന സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിനുള്ള കടുക് വേണം, പിന്നെ ചക്കക്കുരു വേണം, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് വെള്ളം വേണം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും കൂടി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഭവം ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നമ്മളിതാ കുക്കിംഗ് തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ തൊലിയൊക്കെ പോക്കി വൃത്തിയാക്കി എടുത്തു വെച്ച നമ്മുടെ ചക്കക്കുരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടുപ്പത്ത് കിടന്ന് വേവിച്ചെടുക്കുകയാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനി നമുക്കിത് വേവുന്ന വരെ നമ്മളെ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ 4 വിസിലാണ് കേട്ടോ നമ്മുടെ ചക്കക്കുരു വേവുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വെന്ത് കിടക്കുന്ന ചക്കക്കുരുവിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണേ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ ഇളവനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി ഒരു വിസിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇളവനും തക്കാളിയും ഒക്കെ കൂടി നല്ല പോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല പോലെ കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ ചെറിയുള്ളിയും തേങ്ങയും കൂടി മിക്സിയിൽ അടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് വീണ്ടും ഒന്ന് ഇതിൽ തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഇനി കുക്കറിൻ്റെ മൂടി അടച്ചു വെക്കണമെന്നില്ല. നമുക്ക് അടുപ്പത്ത് തന്നെ കിടന്നിട്ട് ഇതേപോലെ തന്നെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കറി ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് വറവിലേക്കുള്ള പരിപാടികൾ. നമ്മൾ മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടുകൊന്ന് പൊട്ടി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുന്നതിനനുസരിച്ച് നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ കടുകൊന്ന് പൊട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ആ സമയത്ത് ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്, നിങ്ങളൊക്കെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത്. നമ്മുടെ കടുക് ഇതപ്പം നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടുപ്പത്തിലൂടെ വറവ് ഇനി നമ്മുടെ കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് പരിപാടി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഊണിൻ്റെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.